പടക്കപ്പലുകൾ ഇറക്കി ഹോർമുസ് പ്രധാന തട്ടകമാക്കി US മാറ്റിയതോടെ ഹാലിളകി നിൽക്കുന്ന ഇറാൻ അറബ് രാജ്യങ്ങളിലേക്ക് തീ തുപ്പുന്നു. ഭീകരരെ ഇറക്കി സൗദിയുടെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. സൗദി അരാംകോയുടെ ജിസാൻ റിഫൈനറിക്ക് നേരെ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തി. ഇവിടെ നിന്ന് കറുത്ത പുക ഉയരുകയും തീഗോളങ്ങൾ പടരുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ജിസാനിലെ അരാംകോ റിഫൈനറിയുടെ ഒരു ഫെസിലിറ്റിയിൽ തീപിടുത്തമുണ്ടായതായി സൗദി ഊർജ മന്ത്രാലയം അറിയിച്ചു. സൗദിക്ക് നേരെ ഇറാൻ ഇപ്പോൾ ഹൂതികളെ ഇറക്കി ആക്രമണം നടത്തുന്നതിനൊരു കാരണമുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനും ഇറാന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാനും ഹോർമുസിൽ നിന്ന് പിന്മാറാനും US-നോട് സൗദി ഭരണകൂടം സമ്മർദ്ദം ചെലുത്തും. ഇങ്ങനെ സൗദിക്ക് നേരെ നിരന്തരം ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സൗദിയുടെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ സൗദി ഭരണകൂടം ഉറപ്പായും അമേരിക്കയ്ക്ക് നേരെ ശക്തമായ സമ്മർദ്ദവുമായി രംഗത്തെത്തും. ഇത് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ഹൂതികളെ ആയുധം കൊടുത്ത് IRGC ഇറക്കിയിരിക്കുന്നത്. ഹോർമുസിൽ നിന്ന് അമേരിക്കൻ പട ഓടണം. ഇതിനുവേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളിലേക്ക് ആക്രമണം കടുപ്പിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്നത്. എന്നാൽ നേരിട്ട് തങ്ങൾ ഒരു ആക്രമണം നടത്തുന്നില്ല എന്ന് വരുത്തുന്നതിന് വേണ്ടിയാണ് ഹൂതികളെ ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന് അമേരിക്കയുടെ കൃത്യം മറുപടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ചെങ്കടലിലും ഹോർമുസിലും മതിച്ചു പുളയ്ക്കുന്ന ഒരു കൂട്ടം ഹൂതികളുടെ വായിൽ മിസൈലിട്ട് പൊട്ടിച്ചുകൊണ്ട് US പട മറുപടി കൊടുത്തിട്ടുണ്ട്. അരാംകോയുടെ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫയർഫോഴ്സ് സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തി തീ അണയ്ക്കുന്നതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സംഭവത്തിൽ ആർക്കും പരിക്കുകളില്ല എന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ആവശ്യമായ തുടർ നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ പൂർത്തിയാക്കി വരികയാണെന്നും സൗദി മന്ത്രാലയം അറിയിച്ചു. ഇതിനിടെ സൗദി അറേബ്യയുടെ കിഴക്കൻ തീരപ്രദേശത്തുള്ള ജുബൈൽ വ്യാവസായിക നഗരത്തിലെ ഗ്യാസ് പ്ലാന്റിലും സ്ഫോടനങ്ങളും തീപിടുത്തവും ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. യമൻ അതിർത്തിക്ക് സമീപത്തുള്ള സൗദി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഹൂതികൾ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾ മേഖലയിൽ പുതിയ സുരക്ഷാ ആശങ്കകൾക്ക് ഇടവരുത്തിയിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ വാതക ശുദ്ധീകരണ കേന്ദ്രമാണ് അരാംകോ. ആഗോള പെട്രോ കെമിക്കൽ വിതരണത്തിന്റെ 8% വിപണിയിലെത്തിക്കുന്നത് അരാംകോയുടെ ഈ ഫാക്ടറിയിൽ നിന്നാണ്. തീപിടുത്തത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ നാസ ഫേംസ് പുറത്തുവിട്ടു. ജുബൈലിലെ പെട്രോ കെമിക്കൽ പ്ലാന്റ് സൗദി അറേബ്യയുടെ വരുമാനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വ്യവസായ സ്ഥാപനമാണ്. മൊത്തം GDPയുടെ 7% ജുബൈലിലെ ഈ കേന്ദ്രത്തിൽ നിന്നാണ് സൗദിക്ക് ലഭിക്കുന്നത്. സൗദി അരാംകോ, സാബിക്, എക്സോൺ മൊബിൽ, ഡൗ കെമിക്കൽ, ഷെർവോൺ, ഫിലിപ്സ് എന്നീ കമ്പനികൾ ചേർന്നാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പ്ലാന്റിന്റെ പ്രവർത്തനം സൗദി നിർത്തിയാൽ വിപണിയെ ബാധിക്കും. വരും ദിവസങ്ങളിൽ വില മാറ്റം പ്രകടമാകും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. യമനോട് ചേർന്ന് ചെങ്കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സൗദിയിലെ പ്രദേശമാണ് ജിസാൻ. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആക്രമണം നടത്താൻ ഹൂതികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കും. മുൻപും സൗദിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലൊക്കെ ഹൂതികളെ ഇറക്കി തന്നെയായിരുന്നു ഇറാൻ ഇവിടങ്ങളിലേക്ക് ആക്രമണം നടത്തിയിട്ടുള്ളത്. രണ്ടിടത്താണ് തീ പടർന്നത് എന്നാണ് സൗദി അധികൃതരുടെ വിശദീകരണം. ഒന്ന് ജുബൈലിലെ ബെരി ഗ്യാസ് പ്ലാന്റിലും മറ്റൊന്ന് ജസാനിലെ അരാംകോ കേന്ദ്രത്തിലും. അമേരിക്കൻ പട ഹൂതികൾക്ക് നേരെ തിരിച്ചടിച്ചതോടെ കലിപൊട്ടി UAE കപ്പൽ ആക്രമിച്ചിരിക്കുകയാണ് യമൻ ഭീകരർ വീണ്ടും. ഇതിനു പിന്നിലും ഇറാന്റെ കളി തന്നെയാണ്. അതായത് ഇറാനാണ് ഇവർക്കെല്ലാം ആയുധം കൊടുത്തിറക്കിയിരിക്കുന്നത്. ചെങ്കടലിലും ഹോർമുസിലും ഹൂതികളെ അണിനിരത്തി ഇറാൻ സേന നെറികേട് ആവർത്തിക്കുകയാണ്. നേരിട്ട് മുട്ടാതെ ഭീകരരെ വെച്ച് യുദ്ധ നീക്കം. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന വേളയിൽ UAEയുടെ എണ്ണ കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. UAEയുടെ എണ്ണ കമ്പനിയായ അഡ്നോക്കിന്റെ കപ്പലാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ആർക്കും പരിക്കില്ല എന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അഡ്നോക്ക് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. പ്രതികരണവുമായി പിന്നാലെ ഇറാൻ രംഗത്തെത്തിയിരുന്നു. ഹോർമുസ് പാത തുറക്കണമെങ്കിൽ ചില ഉപാധികൾ അമേരിക്ക പാലിക്കണം എന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഇറാനെതിരെ ചുമത്തിയ ഉപരോധം പൂർണ്ണമായി പിൻവലിക്കണമെന്നാണ് പ്രധാന ഉപാധി. പശ്ചിമേഷ്യയിൽ നിന്ന് US സൈന്യം മടങ്ങിപ്പോകണം എന്നും ഉപാധിയിലുണ്ട്. ഇറാനിലെ ദേശീയ സുരക്ഷാ സ്ഥിതി സെക്രട്ടറി മുഹമ്മദ് ബാഗിർ സുൽഖദർ ആണ് അമേരിക്കയ്ക്ക് മുൻപാകെ പുതിയ ഉപാധികൾ വെച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ ഇറാന് സംഭവിച്ച നഷ്ടങ്ങൾക്ക് അമേരിക്ക പരിഹാരം നൽകണം, ഇറാന്റെ തടഞ്ഞുവെച്ച ആസ്തികൾ വിട്ടുതരണം എന്നീ ഉപാധികളും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാൻ യുദ്ധം തുടങ്ങിയത് മുതൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഇറാന്റെ സഖ്യകക്ഷികളെ ആക്രമിക്കുന്നത് അമേരിക്ക അവസാനിപ്പിക്കണം, ഇറാനെതിരെ ഭീഷണി മുഴക്കുന്നത് നിർത്തണം എന്നും ഇറാൻ പ്രതിനിധികൾ ആവശ്യപ്പെടുന്നുണ്ട്. അതായത്
ഇറാന്റെ സഖ്യകക്ഷികളെ ഇനി ആക്രമിക്കാൻ നിൽക്കരുത് എന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിൽ ഹൂതി, ഹിസ്ബുള്ള, അതുപോലെ തന്നെ ഹമാസ്, ഇതുകൂടാതെ സിറിയയിലെയും ഇറാഖിലെയും മിലീഷ്യകൾ തുടങ്ങിയവരെ ഒന്നും അമേരിക്കയോ ഇസ്രയേലോ കൈവയ്ക്കരുത് എന്നാണ് ഇറാന്റെ ആവശ്യം. പ്രോക്സികളെ ഇറക്കി ഇറാൻ നടത്തുന്ന ഭീകരവാദം അവസാനിപ്പിക്കാതെ ആയുധം താഴെ വെക്കില്ല എന്ന് തന്നെയാണ് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും മറുപടി. ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികളിൽ ഇതുവരെ അമേരിക്ക പ്രതികരിച്ചിട്ടില്ല. ഖത്തറും പാകിസ്ഥാനും ഒമാനും മധ്യസ്ഥത വഹിച്ചതിനെ തുടർന്ന് നേരത്തെ 60 ദിവസത്തെ സമാധാന കരാർ നിലവിൽ വന്നിരുന്നു. എന്നാൽ കരാർ ലംഘിക്കപ്പെട്ടു എന്നാരോപിച്ച് അമേരിക്കയും ഇറാനും പരസ്പരം ആക്രമണം പുനരാരംഭിക്കുകയാണ് ചെയ്തത്. ഇതോടെ വീണ്ടും പ്രതിസന്ധിയിലായത് അറബ് രാജ്യങ്ങളാണ്. അമേരിക്ക അവരുടെ നിലപാട് തിരുത്തുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ല എന്ന് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതിയും മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരെ ഇനി അമേരിക്ക സൈനിക ഭീഷണി ഉയർത്തരുത്. ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം നീക്കണം, മേഖലയിലെ സൈനിക സാന്നിധ്യം പിൻവലിക്കണം എന്നീ ആവശ്യങ്ങൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരു തരത്തിലും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കരാറുമായിട്ട് മുന്നോട്ട് പോയാൽ ഇറാനുമായി ഒരു സമാധാന കരാറിലേക്ക് അമേരിക്ക തയ്യാറാകുകയാണെങ്കിൽ അവിടെ യുദ്ധവുമായിട്ട് ഇറങ്ങാൻ പോകുന്നത് ഇസ്രയേലായിരിക്കും. കാരണം ഇസ്രയേൽ ഇപ്പോൾ ഒന്ന് പിൻവാങ്ങി നിൽക്കുന്നത് അമേരിക്ക നിരന്തരം ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നത് കൊണ്ടാണ്. എന്നാൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സമാധാന കരാറിലേക്ക് അമേരിക്ക എത്തുകയാണെങ്കിൽ, അതാണ് ട്രംപിന്റെ നിലപാടെങ്കിൽ, ശക്തമായ തിരിച്ചടിക്ക് ഇസ്രയേൽ രംഗത്തിറങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികളിൽ അമേരിക്ക പ്രതികരിക്കാതെ മാറി നിൽക്കുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിന്റെയും US പ്രസിഡന്റിന്റെയും പ്രസ്താവനകളോടും നീക്കങ്ങളോടും ഏറെ മുൻകരുതലോടെയുള്ള പ്രായോഗിക നിലപാടുകൾ സ്വീകരിക്കാൻ ഇറാൻ നീക്കം ശക്തമാക്കുന്നു. മുൻകാല ചർച്ചകൾക്കിടയിൽ പോലും നിരന്തരം ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ നിലനിൽക്കുന്നതിനാൽ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള എല്ലാ നയതന്ത്ര ചർച്ചകളും വലിയ അവിശ്വാസത്തിന്റെ നിഴലിലാണ് മുന്നോട്ടു പോകുന്നത്. കരാറുകളോടും വാഗ്ദാനങ്ങളോടും അമേരിക്ക പുലർത്തുന്ന ഗുരുതരമായ പ്രതിബദ്ധതയില്ലായ്മയെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഇതിന് പിന്നാലെ മുൻകാലങ്ങളിൽ ഉണ്ടായ നഷ്ടങ്ങൾക്ക് അമേരിക്കൻ ഭരണകൂടം കൃത്യമായ നഷ്ടപരിഹാരം നൽകേണ്ടത് നയതന്ത്ര മുന്നേറ്റങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും വ്യക്തമാക്കി. നിലവിൽ മസ്കറ്റും ടെഹ്റാനും തമ്മിൽ നടക്കുന്ന ചർച്ചകൾ ഇറാനും അമേരിക്കയും തമ്മിൽ ഭാവിയിൽ സാധ്യമായേക്കാവുന്ന നയതന്ത്ര സംഭാഷണങ്ങളുടെ പ്രാഥമിക ഘട്ടമായാണ് നിരീക്ഷകർ കാണുന്നത്. എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങളും നിബന്ധനകളും കാരണം വരും ദിവസങ്ങളിൽ ഈ നയതന്ത്ര നീക്കങ്ങൾ എങ്ങോട്ട് തിരിയും എന്നതിൽ കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അമേരിക്ക ഒരു സമാധാന കരാർ ഉണ്ടാക്കി ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാനാണ് നീക്കം നടത്തുന്നത് എന്ന് ഇസ്രയേൽ ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷവും അതുപോലെ തന്നെ കടുത്ത ജൂത വിശ്വാസം ഉൾക്കൊള്ളുന്നവരും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് ഉൾപ്പെടെ കൂടാതെ സൈന്യവും ഒക്കെ തന്നെ അമേരിക്ക കാലുവാരുന്നു എന്ന് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരു യുദ്ധത്തിന് തയ്യാറായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്.